Hi guys, welcome back to Changer's Beautiful World. നമ്മുടെ ഫാമിലി ആയിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഫോസ്റ്റർ ഗ്രീൻ കത്തീഡ്രൽ ചർച്ചിലേക്കാണ് പോകുന്നത്. ഗ്രീൻ കത്തീഡ്രൽ ചർച്ച് ഫോസ്റ്റർ. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 1/2 hour ജേർണി ഉള്ളൂ. 10 minutes 10 minutes അല്ല 30 minutes. 30 minutes. അപ്പൊ നമ്മളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അവിടെ നല്ല സൗകര്യമുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു നല്ല ഡോഗിയൊക്കെ ആയിട്ടാ പോയത്. ഞങ്ങള് ഇങ്ങനെ ഒരു പള്ളിയുണ്ട് കാണാൻ നല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് നമുക്ക് പറയാം ദ ഗ്രീൻ കത്തീഡ്രൽ കണ്ടോ, ദ ഗ്രീൻ കത്തീഡ്രൽ ചർച്ച് എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഈ ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റ്, കോൾഡ് ആണ്. ജാക്കറ്റ് കൊണ്ടുവന്നില്ല. ഇത് മൊത്തം പനയാണ് കേട്ടോ. നമ്മൾ ഈ ഓസ്ട്രേലിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പനകൾ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷം. അതായത് അതെനിക്കിത് പർപ്പസ്ലി അവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണോ എന്നറിയത്തില്ല. ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ പന നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ പള്ളിയിലോട്ട് ഇതുണ്ട് ഗ്രീൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞ്. അത് ഈശോ ഇങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് പഠിപ്പിച്ച കാര്യങ്ങളും അതിന്റെ ഒരു ഇതിലാണ്. ഈശോ ഓപ്പൺ ഏരിയയിൽ പഠിപ്പിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ അവര് ഓപ്പൺ സ്പേസിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പൊ നമ്മളിങ്ങനെ ചർച്ചിലോട്ട് കയറുമ്പോൾ തന്നെ ആ ചർച്ച് എന്ന് ഉണ്ടായതാണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ചർച്ച് പണിതേക്കുന്നത്. ഓപ്പൺ ചർച്ചാണ്. ഇതാണ് ചർച്ച്. ഇത് ബാക്കിൽ നിന്നാട്ടോ നമ്മൾ എൻട്രി ചെയ്യുന്നത്, ബാക്കിൽ നിന്നാണ്. ഇതാണ് അവിടുത്തെ ബെഞ്ചസ് അല്ലേ, വുഡ് പീസസ് ആണ് ബെഞ്ചസ്. പിന്നെ ആ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് എപ്പോ മാസം ഉണ്ടെന്ന്. ഇവിടെ ഇതാണ് ബലിപീഠം. ഉണ്ടോ, ബലിപീഠം ഒക്കെ കല്ല് വെച്ചിട്ട് അങ്ങനെ ഇത് കുരിശ് കണ്ടോ, കുരിശ് വരെ അവര് തടിയുടെ പീസ് കൊണ്ടാണ്. എല്ലാം നാച്ചുറൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ അമ്മ ഒരു ഇത് ബൈബിള് വായിക്കാൻ വേണ്ടിയുള്ള മൈക്ക് ഇതുണ്ട്, ചുറ്റം കയറി നിന്നേക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ബൈബിള് വെച്ച്. ഇത് കറണ്ടൊക്കെ അവിടെ സപ്ലൈ ഉണ്ട്. സൺഡേസിൽ മാത്രം അവർ കണക്ഷൻ എല്ലാത്തിനും കൊടുക്കുകയുള്ളൂ. നമുക്കിത് കാണുമ്പോൾ അറിയാം എല്ലാത്തിനും മൈക്ക് വെക്കാനും എല്ലാം ഉള്ള സപ്ലൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ഇരിക്കുന്നതും എല്ലാം നേച്ചർ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ കാണുന്നത് എന്താ, ഓപ്പോസിറ്റ് സൈഡില് ബീച്ച് അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ട്രോങ് cars coming time in we fall down to the one tree strong allanu. നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ എല്ലാം നല്ല ഇങ്ങനെ കാറ്റ് വീശുന്ന വെച്ച ആ മരത്തിന്റെ ഇലകൾ എങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന വെച്ച ഇതൊക്കെയാണ് കേട്ടോ. അതെന്താന്ന് ചോദിച്ചാൽ ഒരു മരം കടപുഴകി വീണേക്കുന്നതാണ് വെള്ളത്തിലേക്ക്. അപ്പൊ അതിൽ കൂടെ നമ്മൾക്ക് അങ്ങനെ കയറി നടക്കാനൊക്കെ ഇഷ്ടമല്ല. ഇവർക്ക് പേടിയായിരുന്നു. ക്ലിയർ വാട്ടർ. ഞങ്ങൾ വാട്ടറിൽ നോക്കാണെങ്കിൽ ഇതാണ് പള്ളി. പള്ളിയുടെ ഇപ്പുറത്തെ സൈഡ് തൊട്ട് വെള്ളമാണ്. ഇതുണ്ട്, ഇത് മുഴുവൻ വെള്ളമാണ് പള്ളി. ഓൾട്ടറിന്റെ അവിടെ അതിന്റെ പുറകില് നമുക്ക് വെള്ളം കാണാം. കടലിടുക്കാണ്. ഉണ്ടാ നല്ല പ്യൂർ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല നമ്മള് പോയി ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോഴത്തേനും ഇവിടെ കൂടുതൽ മാരേജ്, അതായത് കല്യാണങ്ങൾക്ക് വേണ്ടിയുള്ള മാസസ് ഇവിടെ, അതായത് കല്യാണത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓപ്പൺ സ്പേസില് ഇവന്റ് മാനേജ്മെന്റുകാർ വന്ന് അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ഒത്തിരി കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കല്യാണത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ കാണുമ്പം ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്, ഒരു ചർച്ചാണ്. അപ്പൊ അത് ഡെക്കറേറ്റ് ഇല്ലാന്ന പോലും ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. അപ്പൊ ഒരു ഡെക്കറേഷനൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു വ്യൂ തന്നെ, എന്റെ വ്യൂ തന്നെ മാറും. ഇതാണ് നമ്മൾ ഇതുണ്ട് റിവേഴ്സ് നൈറ്റില് പിന്നെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത പിന്നെ lot of trees small but it's so fat. ഞങ്ങള് പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാം അല്ലേ.
പിന്നെ small trees, a lot of small trees walking സൺഡേ 10 AM അവിടെ മാസം ഉള്ളതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. and there are a lot of small trees moving in that water. Yeah. And there's only one tree fall down because ഞങ്ങൾ പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞ് വണ്ടിയെ വന്ന് ചെറിയൊരു ഇത് എൻ്റെ ഓഫീസാണ്. ഓഫീസ് മാത്രം സിമെന്റിനകത്ത് ടോയ്ലറ്റ് സൗകര്യമൊക്കെ അവിടെ മുകളിലാണ്. എന്താ ഞാൻ പറഞ്ഞില്ലേ പനയുടെ ഇതാണ്, പനക്കൂട്ടത്തിന്റെ ഇടയിലാണ് ആ പള്ളി ഇരിക്കുന്നത്. സിമെന്റും പിന്നെ മറ്റൊരു മീറ്റിംഗ് റൂം ഒരു ടെന്റുമാണ്. ഈ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് ഈ ടെന്റ് അടിച്ചേക്കുന്നത് ഇത് മുഴുവൻ ക്യാരവാൻ പാർക്കിംഗ് ഏരിയ കേട്ടോ. ക്യാരവാൻ ക്യാമ്പിംഗ് ഏരിയ, പാർക്കിംഗ് ഏരിയ അല്ല, ക്യാരവാൻ ക്യാമ്പിംഗ് ഏരിയ ആണ് ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലം. അങ്ങനെ നമ്മൾ പള്ളിയെല്ലാം കണ്ട് കാറിൽ വന്ന് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മുടെ യാത്ര അവിടെ തിരികെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. See you next video.